സാഹചര്യത്തിലും നാടകം കളിക്കുകയായിരുന്നു പാക് ടീം. അതിന് PCB അധ്യക്ഷൻ ഉൾപ്പെടെ കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവസാനം മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തിന് തന്നെ എക്സിലൂടെ ടീം പുറപ്പെട്ടു എന്ന വിവരം പുറത്തു നൽകേണ്ടി വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചു. എൽദോ തുടരുക, ഞാൻ എൽദോയിലേക്ക് വരാം. ഇപ്പോൾ KCA മുൻ സെക്രട്ടറി ഡോക്ടർ N. അജിത് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ അജിത് കുമാർ, ജെന്റിൽമാൻസ് ഗെയിം എന്നാണ് ക്രിക്കറ്റ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാടകങ്ങൾ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറുകയാണ്. ഇന്ത്യൻ ടീം ഉൾപ്പെട്ട ഹസ്തദാന വിവാദത്തിന് പിന്നാലെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താണ് പാക് ക്രിക്കറ്റ് ടീമിന് സംഭവിക്കുന്നത്? ഒന്നാമത് ഈ തോൽവിയാണ്. അവർ ഇന്ത്യയായിട്ടുള്ള തോൽവി, ഇത്രയും ഒരു നാണംകെട്ട തോൽവി അവർ പ്രതീക്ഷിച്ചില്ല. അതാ ഒന്നാമത്തെ പ്രശ്നം. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും, ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ്, എല്ലാത്തിലും അവരെ ഇന്ത്യ ശരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചു. അവരെ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയ തോൽവി അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ തോൽവിയിൽ നിന്നൊരു മുഖം രക്ഷിക്കണ്ടേ? എനിക്കങ്ങനെയാ തോന്നിയത്. മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു നാടകം. പക്ഷെ നാടകം അധികം നടക്കില്ല എന്ന് മനസ്സിലായി. ഇപ്പോഴാന്ന് പറഞ്ഞാല് ഈ മത്സരം അവർ ബോയ്ക്കോട്ട് ചെയ്താൽ പാകിസ്ഥാൻ ബോർഡിന് വരുന്ന നഷ്ടം 16 ദശലക്ഷം ഡോളറാണ്. 16 മില്യൺ US$. അതാണ് അവരുടെ നഷ്ടം. അവിടെയാണ് ശരിക്കു പറഞ്ഞാൽ ICC ശരിക്കൊരു സ്റ്റാൻഡ് എടുത്തു. നിങ്ങൾ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഇത്രയും പണം ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല. അത് വ്യക്തമാക്കിയതോടെയാണ് പാകിസ്ഥാൻ, കാരണം ഇത്രയും വലിയൊരു തുക പാകിസ്ഥാൻ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ അത്രയധികം പണമില്ലാത്തൊരു ഓർഗനൈസേഷൻ, ഇന്ത്യയെ പോലെ BCCI പോലെയല്ല. അവർക്ക് പണം വളരെ ഒരു പ്രശ്നം തന്നെയാണ്. അവർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസ്വാനും ബാബർ അസമും കളിക്കാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായിട്ട് പാകിസ്ഥാൻ ബോർഡ് അവർക്ക് പണം നൽകാത്തതിന്റെ ഒരു പ്രതിഷേധം അവർ കാണിച്ചതുകൊണ്ടാണ് റിസ്വാനെയും ബാബർ അസമിനെ അവർ മാറ്റി നിർത്തിയത്. പ്ലേയേഴ്സിന് പോലും കൃത്യമായിട്ട് പണം നൽകാൻ പറ്റാത്ത ബോർഡാണ് പാകിസ്ഥാന്റെ. ആ പാകിസ്ഥാൻ ബോർഡ് 16 മില്യൺ US$ കിട്ടുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നത് ഈ ഒരൊറ്റ ഒരു പ്രശ്നം കാരണം അവരുടെ പോകുന്നു കണ്ടപ്പോൾ ക്ലിയറായി ഞാൻ പറയുന്നു, അതൊരൊറ്റ റീസണാണ് പാകിസ്ഥാൻ വീണ്ടും കളിക്കാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ശരിക്കും ആ റീസണൊക്കെ നമ്മൾ എടുത്തു ആലോചിച്ച് നോക്കിയാൽ വളരെ സില്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പൈക്രോഫ്റ്റിനൊപ്പം ഇത്രയും സീനിയറായിട്ടുള്ളൊരു വ്യക്തി, നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലും എന്തോരം മത്സരങ്ങൾ അദ്ദേഹം വന്നിട്ട് മാച്ച് റെഫറി ആയിട്ട് ഇരുന്നിട്ട് ഏറ്റവും വളരെ മോസ്റ്റ് റെസ്പെക്റ്റഡ് മാച്ച് റെഫറീസ് ഇൻ ദ വേൾഡ് ആണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പൈക്രോഫ്റ്റ്. അദ്ദേഹത്തിനോട് അദ്ദേഹം ഹസ്തദാനം എന്നുള്ള ഒരു ഒറ്റൊരു ഇഷ്യൂല് അതിന് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇന്ത്യക്കാരുടെ നല്ലൊരു വിഭാഗം ഇന്ത്യ പാകിസ്ഥാനോട് കളിച്ചതിനെ കുറിച്ച് നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു ഇത് വേണമായിരുന്നോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇതുപോലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ക്കും? വളരെ നല്ല സ്റ്റെപ്പ്. മാത്രം മാച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മത്സരം ഞാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സൂര്യകുമാറിന്റെ ആ സ്വർണ്ണ വാക്കുകൾ, ഇതൊക്കെയാണ്. കാരണം അങ്ങനെയാണ് ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ മനസ്സിലായി ക്രിക്കറ്റിനെയും രാഷ്ട്രീയത്തെയും നമ്മൾ ഒരിക്കലും ഒന്നിച്ചു വെക്കാൻ പാടില്ല. പക്ഷെ എന്നാലും പഹൽഗാമിൽ ചെയ്ത ഈ കൂട്ടക്കൊലയ്ക്ക് പാകിസ്ഥാൻ ഒരു മറുപടി കൊടുത്തത് ക്രിക്കറ്റിലൂടെയാണ്, മത്സരത്തിലൂടെയാണ്. എനിക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഒരു TV ചാനലുകാരെ ചോദിച്ചപ്പോൾ ഞാൻ അത് വന്നത്, നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കണം, നന്നായിട്ട് തോൽപ്പിക്കണം. നന്നായിട്ട് നമ്മൾ തോൽപ്പിക്കുകയും ചെയ്തു. അത് ശരിക്കും പഹൽഗാം നമ്മുടെ വിക്ടിംസിന്റെ ഓർഗൻസിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ക്രിക്കറ്റേഴ്സ് അത് ഉപയോഗിച്ചത്. അപ്പൊ ആ സാഹചര്യം കിട്ടിയപ്പം എന്തെങ്കിലൊക്കെ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ, തോറ്റതിന് അമ്മയോട് എടുക്കുന്ന, അങ്ങാടി തോറ്റതിന് അമ്മയോട് എടുക്കുന്നത് പോലെയായിരുന്നു. ആരോടെങ്കിലും എടുക്കണ്ടേ? അജിത് കുമാർ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തോൽവി പാകിസ്ഥാനെ വല്ലാണ്ട് ഉലച്ചു. അവർക്ക് നാണക്കേടായി. അവരുടെ രാജ്യത്ത് ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ഒരു പ്രശ്നവും കൂടി ടീമിനെ സംബന്ധിച്ച് ആ രീതിയിലൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അനാവശ്യ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതാണോ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം? അതിൽ ഈ PCB അധ്യക്ഷൻ ACCയുടെ കൂടെ ചുമതലയുള്ള നഖ്വിക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? ഈ അനാവശ്യ വിവാദത്തിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും പൈക്രോഫ്റ്റിനെതിരെ നിലപാടെടുത്ത് ഈ പിന്മാറ്റം ഭീഷണി ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തതോടുകൂടിയാണോ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പെട്ടുപോയത്?
തീർച്ചയായും എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിനൊന്നും അങ്ങനെ വലിയ റോളൊന്നുമില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും PCB അധ്യക്ഷന്റെ ആ ഒരു കളിയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഫേസ് സേവിംഗ് ആണ്. അദ്ദേഹം വലിയൊരു സ്റ്റെപ്സ് എടുത്തിട്ടാണല്ലോ സീനിയർ പ്ലേയേഴ്സിനെ പുറത്തിരുത്തിയത്. T20 വൺ ഓഫ് ദ ടോപ്പ് 10 പ്ലേയേഴ്സിലെ 2 പേരാണ് ബാബറും റിസ്വാനും. നമുക്ക് ആ 2 പേരെ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി, അവരെന്ത് നല്ല ബാറ്റ്സ്മാൻമാരാണ്, അവർ കളിക്കുന്നതും അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഓഫ് നമ്മളൊക്കെ കണ്ടതല്ലേ. ഇത്രയും നല്ല 2 പ്ലേയേഴ്സിനെ PCB അധ്യക്ഷന്റെ ഒരൊറ്റ റോള് കാരണമാണ് പുറത്തിരുത്തിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം കൃത്യമായിട്ട് അവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അവരില്ലാണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ദയനീയമാവിധം പരാജയപ്പെടുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യൻ. കാരണം എനിക്ക് ഒരു കാര്യം തീർച്ചയായിരുന്നു, എന്താ പറയുക, UAE-യേക്കാളും കുറച്ചും കൂടി ബെറ്റർ സ്കോർ എടുക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചില്ല 127 അവർ ഓൾ ഔട്ട് ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു 150 എത്തുമായിരിക്കും വിചാരിച്ചത്. 127 ഓൾ ഔട്ട്. അതും ലാസ്റ്റ് ഷൈൻഷാ അഫ്രീദി വന്നിട്ട് 33 റൺ എടുത്ത് ഒന്ന് മാറ്റി നിർത്തിയാല് അവർക്ക് 94 ആണ് അവരുടെ സ്കോർ. 94 ഓൾ ഔട്ട് ആവേണ്ട സ്കോർ, 100 താഴെ ഓൾ ഔട്ട് ആവേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പാവം തോന്നിയിട്ട് അയാളെ കൊണ്ട് 6 അടിപ്പിച്ചൊന്നും പോലും ചിലപ്പം അവസാന നിമിഷങ്ങൾ തോന്നാറുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 120 വിക്കറ്റില്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാനൊരു സാധ്യതയും ചാൻസും കൂടി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടിയത്. ശരിക്കും നമ്മൾ ഈ ടോയിഡ് ടോയിങ് വിത്ത് ഒപ്പോണൻസ് പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പൊ അതാണ് അവർക്ക് ഇനിയും വിഷമമായത്. കാരണം ഇപ്പൊ എളുപ്പത്തിൽ ഈസി ആയിട്ട് അവർ തോന്നിച്ചു. അതാണ് വളരെ ഈസി ആയിട്ട്. ഡോക്ടർ എൻ അജിത് കുമാർ, ഇപ്പോൾ തോൽവി എന്നത് സ്പോർട്സിൽ സാധാരണയാണ്. ജയവും തോൽവിയും സാധാരണമാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ പാകിസ്ഥാനുമായുള്ള ഇനിയുള്ള ഏറ്റുമുട്ടൽ ഒരുപക്ഷെ അത് ഇന്ത്യക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല. അപ്പോൾ അതിനെയൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്ന് തന്നെയാണല്ലോ വേണ്ടത്. പക്ഷേ നമുക്കറിയാം PCB-യുമായി ബന്ധപ്പെട്ട് അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും BCCIയുടെ ഇടപെടലുകളിൽ രാഷ്ട്രീയം കലരുന്നുണ്ടോ? അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നവരും ഉണ്ട്. ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറയേണ്ടവരുണ്ട്. ഹസ്തദാനം പ്രിയാമ്പിളിൽ ഉൾപ്പെടെ നിഷ്കർഷിക്കുന്നതാണ്. മത്സരത്തിന് ശേഷവുമുള്ള അത്തരം നടപടികൾ ഉണ്ടാകണമെന്നത് അതൊരു കീഴ്വഴക്കമാണ്. എല്ലാവരും എല്ലാ സാഹചര്യങ്ങളും, എന്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനു മുൻപ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ സാഹചര്യങ്ങളിലും ഇതൊക്കെ പാലിച്ചു പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വീഴ്ച ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കുന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നതാണോ എന്നൊരു ചോദ്യമില്ലേ? ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ളവരൊക്കെ വലിയ വിമർശനമാണ്. നമ്മളുടെ ടീമിനെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നതാണ് ആനന്ദ് പട്വർദ്ധൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഈ വിഷയത്തെ സമീപിക്കുന്നവരുമുണ്ട്. എന്തെന്നാലും ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഒപ്പീനിയൻ മത്സരം നടക്കണം എന്നൊരു ആഗ്രഹം എനിക്കും പണ്ട് മുതലുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം ഇതൊരു ഇമോഷണൽ ആസ്പെക്റ്റായി മാറി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ഇതുപോലൊരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. 26 പേരെ കൊന്ന് ഒരു യുദ്ധത്തിലേക്ക് പോയ സ്ഥിതി ആദ്യമായിട്ടാണ്. കാരണം 98 ആ ഒരു എന്താ പറഞ്ഞ ആ യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധസ്ഥിതി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ. കാരണം അതൊരു യുദ്ധമായിരുന്നു. കാർഗിൽ ഒരു യുദ്ധമായിരുന്നു. അതൊരു എന്താ പറഞ്ഞ അത് ഒരിക്കലും ഒരു ഇന്നസെന്റ് ആൾക്കാരെ കൊന്ന് അവര് അതിൽ നിന്ന് സന്തോഷിപ്പിച്ച ഒരു കാര്യമൊന്നും അവിടെ നടന്നില്ല. പക്ഷെ പഹൽഗാം അങ്ങനെയല്ല. ഒരു 26 വളരെ ഇന്നസെന്റ് ആയിട്ട് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരെ കൊന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടില്ല. അതും പഴയ സംഭവങ്ങളായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ പണ്ടൊക്കെ യുദ്ധങ്ങളായിരുന്നു. യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 65 യുദ്ധം നടന്നിട്ടുണ്ട്, 71 നടന്നിട്ടുണ്ട്, 98 യുദ്ധം നടന്നിട്ടുണ്ട്. അത് പക്ഷേ അതിന് ഈ ഇന്നസെന്റ് ആൾക്കാരെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ആയി. അതല്ല, ഇന്നസെന്റ് ആയ ഇന്ത്യൻസിനെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ മുറിവാണ് പഹൽഗാമിൽ ഉണ്ടായത്. ഇന്ത്യ സൈനികമായ മറുപടി നൽകി. അതിന്റെ ഭാഗമായി കളിക്കാരും വൈകാരികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം കാണാൻ. ശ്രീ അജിത് കുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സീനിയർ താരങ്ങളുടെയും അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം കൂടി കാണട്ടെ. അവരുടെ സൈലൻസ് നൽകുന്ന സൂചന എന്താണ്? ഗവാസ്കർ സംസാരിച്ചിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഗവാസ്കർ അല്ലാതെ വേറെ ആരും അങ്ങനെ അത്രയും ഒരു ഇൻവോൾവ് ആവുന്നത്. പിന്നെ ഈ സീനിയർ താരങ്ങൾ കഴിയുന്നതും ദേ ആർ വെരി ഡിസ്ക്രീറ്റ് നമ്മൾ പറയാറുണ്ട്.
അവർ കഴിയുന്നതും ഇങ്ങനത്തെ പൊളിറ്റിക്സ് വരുന്ന സ്ഥലത്ത് സംസാരിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ അവരെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല, യാതൊരു സംശയമില്ല. കാരണം ഇതും അതും തമ്മിലൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവരെ ആ ഗെയിമിന്റെ ആസ്പെക്ട് ആയിട്ട് അവരെടുക്കുള്ളൂ. അപ്പൊ ഈ പൊളിറ്റിക്സിന്റെ ആസ്പെക്ട് വന്നപ്പോൾ നാച്ചുറലി അഫ്കോഴ്സ് ശിഖർ ധവനെ പോലെ ആൾക്കാർ വളരെയധികം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തില്ലേ, യുവരാജ് സിംഗിനെ പോലെ ആൾക്കാർ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തില്ലേ. പക്ഷെ ഈ മത്സരത്തിന് സമയം വരുമ്പോൾ BCCI ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് 100% സർക്കാരിന്റെ ബാക്കിംഗ് കൂടിയുണ്ട്. BCCI എന്ന് പറഞ്ഞാൽ അമിത്ഷായാണ്. അപ്പൊ അമിത്ഷാ തീർച്ചയായിട്ടും ഇതിനെ ബാക്ക് ചെയ്തു കാണുമ്പോൾ കഴിയുന്നതും സർക്കാരിന്റെ അഗൻസ്റ്റ് ഒരു മൂവിൽ ആർക്കും താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് സർക്കാരിനൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാനൊരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പലരും അങ്ങനെയല്ല വിചാരിക്കുന്നത്. എപ്പോഴും വിചാരിക്കുന്നത് ഇത് അവരുടെ ഒരു ഭാവിയെയും കൂടി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലായിരിക്കാം പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഒന്നും പറയാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ ആരുടെയെങ്കിലും ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പോയി കേരളത്തിലെ പ്ലേയേഴ്സ് തന്നെ ഇതിനെക്കുറിച്ച് അധികം റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പേടിയുണ്ട്. എനിക്കിത് യാതൊരു അങ്ങനെ ക്രിക്കറ്റിലൂടെ എനിക്കൊന്നും നേടാനുള്ള അത് മാറി നിന്നിട്ട് ഗെയിം എന്നൊരു കാര്യത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അതിന് ഗെയിമിലൂടെ നമ്മൾ അവരെ തിരിച്ചടിച്ചു എന്നുള്ള ഒരു ഫാക്ടറാണ് ഞാൻ എന്നും മെയിൻറ്റെയിൻ ചെയ്തത്. അത് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യണോ. നമ്മളെ വിക്ടറിയാണ് നമുക്ക് നമ്മുടെ സോൾജേഴ്സിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അജിത് കുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഗോകുൽ കൂടി നമുക്കൊപ്പം